പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാളെ 3-ാം തീയതി അല്ലേ, ജൂലൈ 3 നമുക്ക് സീറോ മലബാർ കത്തോലിക്കരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്ക് കുർബാനയിലേക്ക് നിർബന്ധമായി ഞായറാഴ്ച കടം പോലെ തന്നെയാണ് കേട്ടോ നാളെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നാളെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്, നാളെ ബലിയർപ്പിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം നൽകണമേ. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ 2 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ വിശ്വാസം. ഒന്ന്, വിശ്വാസത്തിൽ വളരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ബലിയർപ്പിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും വിശ്വാസത്തിൽ വളരാൻ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് സ്നേഹന്മാർ പ്രാർത്ഥിക്കുന്നില്ലേ? ശരിക്കും ഒന്ന്, നമ്മൾ വിശ്വാസത്തിൽ വളരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. 2, നമ്മൾ ശരിക്കും ബന്ധിച്ചിട്ടിരിക്കുന്ന ചില തഴക്കദോഷത്തിൻ്റെ മേഖലയാണ്. നമുക്കറിയാം ഇറ്റ് ഈസ് സിൻഫുൾ, ഇത് നമ്മൾ നശിപ്പിക്കുമെന്നറിയാം, എന്നാൽ അതിൽ നിന്ന് മോചനം ഇല്ലാത്ത അവസ്ഥ. ഈ 2 കാര്യങ്ങൾ കർത്താവിൻ്റെ കൃപ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കൃപയ്ക്ക് വേണ്ടി നാളെ കടമുള്ള ദിവസമല്ലേ, തോമസ് ലീഹയുടെ മരണം, തോമസ് ലീഹയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങൾക്ക് നിന്ന് രക്ഷപ്പെടാനുള്ള കൃപ നൽകണം. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ട ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം കേട്ടോ. ഹല്ലേലൂയ. നാളെ തോമസ് ലീഹയുടെ മാധ്യസ്ഥതയിൽ നമ്മൾ ഈശോയോട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ഗിഫ്റ്റ്, വിശ്വാസത്തിന് വളരാനുള്ള ഗിഫ്റ്റ്, അതുപോലെ തർക്കദോഷങ്ങൾ അതിജീവിക്കാനുള്ള ഗിഫ്റ്റ് കർത്താവ് നമുക്ക് തരും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തോബിത്ത് 4:5. അവിടെ വചനം പറയാണ്, മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. നോക്കൂ സഹോദരങ്ങൾ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഇങ്ങനെ വചനം പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മൾ എത്രയോ തവണ പരിശുദ്ധ കുർബാന സ്വീകരിച്ചവരാണ് അല്ലേ? നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിച്ചവരാണ്. കുർബാന സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് വരെയുള്ള സമയം, ഒരു പക്ഷേ നമുക്ക് രാവിലെ കാണാം, അല്ലെങ്കിൽ ഉച്ചയ്ക്കായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും കാണുന്നത്. നമ്മൾ നോക്കിയേ, ഈ സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ കർത്താവിന് ഈശോയെ വികാരം സ്വീകരിച്ചതാണെന്ന് ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? നോക്കിയേ, വചനം പറയുന്ന മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. പാപം ചെയ്യരുത്, കൽപ്പനകൾ ലംഘിക്കരുത്. കാരണം അത് പിശാചിനൊരു വഴി തുറന്നിടലാണ്. പിശാചിനായിട്ട് വാതിൽ തുറക്കുന്നതാണ് പാപം ചെയ്യുക, കൽപ്പനകൾ ലംഘിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളൊന്നും ചിന്തിച്ചു നോക്കി, തർക്കദോഷങ്ങളും അതുപോലെ തന്നെ ആ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം തിന്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുക്കലാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് നാളത്തെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ആത്മാർത്ഥമായി ഈ 2 കാര്യങ്ങൾ, ഒന്ന് നമുക്ക് ശരിക്കും വിശ്വാസത്തിൽ വളരാനുള്ളത്, 2 തർക്കദോഷങ്ങൾ അതിജീവിക്കാനുള്ള ഈ 2 കൃപകൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൃഷ്ണനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.